നമ്മുടെ സ്പീക്കേഴ്സായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള രണ്ടാളുകളെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഡോക്ടർ റോക്സി മാത്യു, CS മീനാക്ഷി. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി പ്രതികരിക്കാൻ കഴിയുന്ന ആളുകളാണ് രണ്ടുപേരും. നമ്മുടെ വിഷയം കാലാവസ്ഥാ വ്യതിയാനം ഇനി എന്ത് ചെയ്യാം എന്നാണ്. ആ ഒരു വിഷയത്തിനകത്ത് തന്നെ ഒരു മുൻവിധി ഉണ്ട്. അതായത് കാലാവസ്ഥാ വ്യതിയാനം എന്നൊന്നുണ്ട്, അതുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയൊന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന അഭിപ്രായക്കാരും ഉണ്ട്. അവരെയും കൂടി പരിഗണിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയെ സംബന്ധിച്ച് എത്രയോ കാലമായി അനുഭവിക്കുന്നതാണ്. ഭൂമിക്കൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. എത്രയോ ഹിമയുഗങ്ങൾ താണ്ടിയാണ് ഭൂമി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വരും പോകും. അപ്പോൾ അത് വലിയൊരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അഭിപ്രായക്കാരും ഉണ്ട്. ഞാൻ അതിനെയും കൂടി പരിഗണിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു വിഷയം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടി വരും. അത് ഇവർ പറയും. അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു അനന്തരഫലം, പല ഫലങ്ങളിൽ ഒന്നായ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് പരിഹാരം തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ ചർച്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ സയൻറ്റിസ്റ്റാണ് ഇവിടെ സംസാരിക്കുന്നത്. മാത്രമല്ല IPCCയുടെ റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത് വന്നതിൽ ഓഷ്യനുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ്, പ്രത്യേകിച്ച് പസഫിക് റീജിയനിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന കാര്യം IPCC റിപ്പോർട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ആളുകൂടിയാണ് ഡോക്ടർ റോക്സി മാത്യു. അതുകൊണ്ട് അല്പം കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ആ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തോട് അതിനെ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്ക്സ് അജയൻ. വെൽക്കം മീനാക്ഷി. കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്യാം ആസ് എ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ, ഒരു രാഷ്ട്രം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആഗോള ജനത എന്ന നിലയിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ട് ആഗോളതാപനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ വിഷയമാണ്, നമ്മൾക്കും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും അത് എത്രമാത്രം വലിയ വിഷയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നും ക്ലൈമറ്റ് ചേഞ്ച് എന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം രൂക്ഷമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, വ്യവസായ വിപ്ലവം, കാറുകൾ, ഇൻഡസ്ട്രികൾ, ഇതെല്ലാം പുറന്തള്ളുന്ന കാർബൺ ബഹിർഗമനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ആഗോളതാപനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് സൂര്യരശ്മികൾ അബ്സോർബ് ചെയ്യും, സൺലൈറ്റ് അബ്സോർബ് ചെയ്യും, അതുകൊണ്ട് ചൂട് കൂടും. പക്ഷേ ഇവിടെയുള്ളൊരു ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് അതിൻ്റെ ലൈഫ് സ്പാൻ, ആയുർദൈർഘ്യം ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും നിർത്തിവെച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ലൈറ്റ്, ഈ ഫോണ്, ഈ മൈക്ക്, ഇതിൽ പോകുന്ന കാറുകൾ എല്ലാം നിർത്തിവെച്ചാലും ഇതുവരെ നമ്മൾ പുറന്തള്ളിയ 1850 മുതൽ 2025 ജനുവരി 24 വരെ പുറന്തള്ളിയ കാർബൺ ഡയോക്സൈഡിൻ്റെ ഭൂരിഭാഗവും അടുത്ത പല സെഞ്ച്വറീസ് നിൽക്കും അന്തരീക്ഷത്തിൽ.
നമ്മളിപ്പോൾ എനിക്കൊരു 45 വയസ്സായി, നിങ്ങളൊക്കെ ഏകദേശം അടുത്ത ഒരു 80 വർഷം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ മരിക്കുമ്പോഴും ഇതുവരെ പുറന്തള്ളിയ കാർബൺ ഡയോക്സൈഡിൻ്റെ 60% ഈ അന്തരീക്ഷത്തിൽ കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ആ മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാർബൺ എമിഷൻസ് ഈസ് ഗോയിങ് ടു ബി ലോങ് ടൈം. നമ്മൾ ഏറ്റവും പ്രായമായിരിക്കുന്ന ആ അവസ്ഥയിലായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ രൂക്ഷമായ വെല്ലുവിളികൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പിന്നെ ഇപ്പോൾ 60% എന്ന് പറഞ്ഞു അടുത്ത 80 വർഷത്തിനുള്ളിൽ. അത് കഴിഞ്ഞുള്ളത് വളരെ കുറച്ചുകൂടെ സ്ലോ ആയിട്ടുള്ള ഡിസിപ്പേഷനാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ. ഇറ്റ് വിൽ ടേക്ക് ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. കാരണം ഈ സമുദ്രങ്ങളൊക്കെയാണ് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സിലാണ് ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കയ്യിൽ യാതൊരു മാജിക്കുമില്ല കാർബൺ ഡയോക്സൈഡ് ക്യാപ്ചർ ചെയ്ത്. അതിന് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ക്യാപ്ചർ അല്ലെങ്കിൽ റിമൂവൽ പ്രോസസ്സുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്. അവർ ഇവിടെയുള്ള സംവിധാനങ്ങൾ ആഗോളതലത്തിലുള്ള സംവിധാനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ കൂടി 1 വർഷം ക്യാപ്ചർ ചെയ്യുന്ന കാർബൺ ഈസ് ഈക്വലൻ ടു 1 സെക്കൻഡ് നമ്മൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഈക്വലൻ്റ് ആണ്. സോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ട്രംപ് പാരീസ് അഗ്രിമെൻറ്റിൽ നിന്ന് പിൻവാങ്ങി. സോ ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ആഗോളതലത്തിൽ നേഷൻസ് ഹാവിൻറ്റ് കമ്മിറ്റഡ് ടുഗെദർ ടു റെഡ്യൂസ് ദ കാർബൺ എമിഷൻസ്. കാർബൺ എമിഷൻസ് കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ 2 രീതികളാണുള്ളത്. ഒന്ന് കാർബൺ എമിഷൻസ് കുറയ്ക്കുക, അതിനാണ് ക്ലൈമറ്റ് മിറ്റിഗേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് അഡാപ്റ്റേഷനാണ്. അപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ ഒന്നിച്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ജീവന മാർഗങ്ങളും രക്ഷിക്കേണ്ടി വരും. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഇൻട്രൊഡക്ടറി നോട്ടോടുകൂടി I will hand over to Meenakshi so that we can go into examples on how we can save our own lives and livelihoods. എങ്ങനെ നമ്മുടെ ജീവൻ രക്ഷിക്കാം, ജീവിത മാർഗങ്ങൾ രക്ഷിക്കാം. അതുമാത്രമല്ല, ഈ കാലാവസ്ഥ എത്രമാത്രം ലോക്കലി നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അടുത്ത ഒരു കോൺവെർസേഷൻ്റെ പാർട്ടായിട്ട് പറയാം. മീനാക്ഷി ടീച്ചർ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ തോന്നുന്നു. അതായത് നമുക്കിപ്പോൾ അടുത്തൊരു വാർത്ത വന്നു, ലോകം നമ്മൾ 1.5 എന്ന് പറയുന്ന ഒരു ലൈൻ കടന്നിരിക്കുന്നു. അതായത് നമ്മൾ 1.5 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പിടിച്ചു നിർത്തണം എന്ന് പറയുന്ന നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ, അല്ലെ പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി പറഞ്ഞിരുന്ന 1.5 എന്ന് പറയുന്ന ഒരു ലൈൻ 2024 നമ്മൾ കടന്നു കഴിഞ്ഞു. അത് 1.5 എന്ന് പറയുന്ന ഒരു വർഷത്തെ കണക്കാണ്. നമ്മൾ ആദ്യം മുതലേ അതിൻ്റെ ഒരു ശരാശരിയാണ് എടുക്കുന്നതെന്നുള്ളത് വരുമ്പം 1.5 ഒരു പ്രശ്നമായിക്കൊള്ളുന്നില്ല. പക്ഷേ 1.5 അല്ലെങ്കിൽ 1.6 കടന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഏത് നാച്ചുറൽ ഹസാർഡ്സ് വരുമ്പോഴും, ഇപ്പോൾ ചൂരൽമലയിലെയോ മുണ്ടക്കൈയിലെയോ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഇപ്പോൾ കാലിഫോർണിയയിലെ കാട്ടുതീയുടെ പ്രശ്നം വരുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തെ അതുമായി കണക്റ്റ് ചെയ്യിക്കാൻ ശാസ്ത്രലോകം കൃത്യമായി അതിനുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട്, അതിനെ കണക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഈ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോക്സി എനിക്ക് തോന്നുന്നു സമുദ്രങ്ങളുടെ ഗവേഷണത്തിലാണ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിൻ്റെയാണ് ഏറ്റവും അധികം ടെമ്പറേച്ചർ കൂടുന്നത്. ബാക്കിയുള്ള സമുദ്രങ്ങളുടെയൊക്കെ 0.7 വെച്ച് കൂടുമ്പോൾ 1 ഡിഗ്രി വെച്ചിട്ട് ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു ചൂട് കൂടുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു UN ഒരു സമ്മിറ്റിൽ
ഒരു മാർഷൽ ദ്വീപ്, അമേരിക്കയിലെ ഇപ്പം മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന മാർഷൽ ദ്വീപിലെ ഒരു കവി കിളിഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു കവി ഒരു പറഞ്ഞ വരികളാണ് എനിക്ക് ഓർമ്മ വരിക. വി ഡോണ്ട് വാണ്ട് ടു ബിക്കം നൊമാഡ്സ് ലോസ്റ്റ്. വാട്ട് വിൽ ഹാപ്പൻ ടു അവർ സ്റ്റോറീസ്, ചാൻസ് ആൻഡ് സോങ്സ് ദാറ്റ് ഹാവ് എക്സിസ്റ്റഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ആ ദ്വീപ് മുങ്ങിപ്പോയാൽ ഒരു കൾച്ചർ തന്നെ മുങ്ങിപ്പോവുകയാണ്, അവിടുത്തെ മനുഷ്യരില്ലാതെയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾക്കും ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾക്കും ഒക്കെ എന്ത് സംഭവിക്കുമെന്നാണ് അവരുടെ ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യം സമുദ്രത്തെ തൊട്ട് കിടക്കുന്ന എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് അറിയാം, മൺട്രോ തുരുത്തൊക്കെ ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരുപാട് പേര് ഇപ്പോൾ വീടൊക്കെ ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടലോര പ്രദേശങ്ങൾ, ചെല്ലാനമാവട്ടെ, എടവനക്കാട്, തൃശ്ശൂർ ജില്ലയിലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളിലെയും ഏറ്റവും എന്താ പറയുക, ഒരു ആഡംബരത്തിൻ്റെ ഒരു അടയാളങ്ങളായിട്ട് നിൽക്കുന്ന നഗരങ്ങളൊക്കെ തന്നെയും കടൽ തീര നഗരങ്ങളാണ്. ഇപ്പോൾ മുംബൈ ആവട്ടെ, കൊച്ചി ആവട്ടെ, ന്യൂയോർക്ക് ആവട്ടെ, ഈ നഗരങ്ങളെല്ലാം തന്നെ ഒരു അവർ ടൈം പീരീഡ് ഓരോരുത്തർ ഇങ്ങനെ എന്താ പറയുക, ഓരോ ഈ വേരിയിങ് ഇതനുസരിച്ച് പറയുകയാണ്. പക്ഷേ ഇനി വരുന്ന ഒരു കുറച്ച് ദശാബ്ദങ്ങളിൽ ഈ നഗരങ്ങളെല്ലാം തന്നെ വെള്ളം എടുത്തു പോവും എന്നുള്ള ഒരു സ്റ്റഡിയും ഞാൻ എവിടെയോ വായിച്ചു. അപ്പം ഇങ്ങനെയാണ് ഒരു സമുദ്രങ്ങളുടെ കാര്യം. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് റോക്സി ഈസ് ദ ബെറ്റർ പേഴ്സൺ ടു ടെൽ അബൌട്ട് ദാറ്റ്. ആൻഡ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ റോക്സി ടച്ച് ചെയ്യാത്തൊരു കാര്യം, മേ ബി ഹിൽ കം ടു ഇറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ലാൻഡ് യൂസ്, ലാൻഡ് കവർ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ലാൻഡ് യൂസ് മാറുന്നുണ്ട്, ലാൻഡ് കവർ മാറുന്നുണ്ട്. അപ്പോൾ ഈ പണ്ട് ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് നമ്മൾ അടച്ചു വെച്ച കാർബൺ ഒക്കെ ഈ ഭൂതത്തിനെ തുറന്നു വിടുന്ന പോലെ കാർബൺ തുറന്നു വിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആ അറ്റ്മോസ്ഫിയറിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് കാർബൺ പിടിച്ചു വെക്കാൻ, ആഗിരണം ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി വേണം. കാർബൺ സെക്വിസ്ട്രേഷനുള്ള ഒരു സംവിധാനം കൂടി വേണം. നമ്മുടെ ഈ ലാൻഡ് കവർ, ലാൻഡ് യൂസിൻ്റെ പാറ്റേൺ മാറുമ്പോൾ നമുക്ക് അത് ആ ഒരു കാർബൺ പിടിച്ചു വെക്കാനുള്ള ഭൂമിയുടെ കഴിവ് നഷ്ടപ്പെടുകയും അങ്ങനെ ഈ കാർബൺ എമിഷൻ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതാണ് ഒരു എന്താ പറയുക, നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു ഇത്, അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്ന അവിടെയാണ്. കാർബൺ എമിഷനും കാർബൺ ആഗിരണവും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നത് അവിടെയാണ്. അതൊരു കാര്യം. പിന്നെ ഇവിടെ നമ്മൾ ഈ സൊല്യൂഷൻസാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻസിലേക്ക് കിടക്കാമല്ലേ, ഞാൻ ഒന്ന് രണ്ട് സൊല്യൂഷൻ പാർട്ട് നമ്മൾ എന്താ ചെയ്യണേ എന്നുള്ളത്. കേരളത്തിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ആദ്യം മോഡറേറ്റർ പറഞ്ഞ പോലെ ഒരു ഇതുണ്ടായിരുന്നു, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല എന്നുള്ള ഒരു നിഷേധഭാവം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു മനുഷ്യനിർമ്മിതമായിട്ടോ പ്രകൃതി നിർമ്മിതമായിട്ടോ ഒരു ദുരന്തം നമുക്കൊന്നും അധികം കാണേണ്ടി വന്നിട്ടില്ല കേരളത്തിൽ. ഇപ്പോൾ ഒരു യുദ്ധമാവട്ടെ, ഒരു പാർട്ടീഷനാവട്ടെ, ഇത്തരം ഒരു ദുരന്തങ്ങൾ നമുക്ക് അധികം ഒന്നും കാണേണ്ടി വന്നിട്ടില്ല. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും അതെ. നമുക്ക് എപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആന്ധ്രയിലും ഒറീസയിലൊക്കെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടുള്ള അഭയാർത്ഥി കുട്ടികളൊക്കെ ഇങ്ങനെ ഭിക്ഷയാചിക്കാൻ വരുമായിരുന്നു വീട്ടിൽ. അവർ പറയും വെള്ളപ്പൊക്കത്തിൻ്റെ ഇരകളാണ് പറയും കുട്ടികളൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആ ഒറീസയിലും ആന്ധ്രയിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കമാണ് നമുക്ക് വന്നത്. അപ്പം അങ്ങനെ ഒരു വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് സത്യത്തിൽ മലയാളികൾ, കേരളത്തിലുള്ളവർ അംഗീകരിച്ചു തുടങ്ങിയത് ശരിയാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ്, പക്ഷേ കേരളം എല്ലാത്തിലും വേഗം കാച്ചപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഏറ്റവും ആദ്യം ഇറങ്ങി പുറപ്പെടുന്നത് ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അപ്പോൾ 2018 തുടർന്ന് കേരളം ഉടനീളം ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറയാം, ബാക്കി സമയം ഉണ്ടെങ്കിൽ പറയാം. അതായത് പുത്തൻവേലിക്കര എന്നൊരു പഞ്ചായത്തുണ്ട്. അത് എറണാകുളം ജില്ലയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ കേരളത്തിലെ ഏറ്റവും 2 വലിയ നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ്. പെരിയാറും ചാലക്കുടി പുഴയും സംഗമിച്ച് 8 കിലോമീറ്റർ ആ പഞ്ചായത്തിൽ കൂടെ ഒഴുകി മുനമ്പം എന്നുള്ള സ്ഥലത്ത് അറബിക്കടലിൽ ചേരുകയാണ് ഈ പുഴകൾ. അപ്പോൾ വലിയൊരു ജലരാശിയാണ് ആ പഞ്ചായത്തിന് ചുറ്റിയിട്ടുള്ളത്. ആ സ്ഥലത്താണ് ഈ വെള്ളപ്പൊക്കം 2018 വരുന്നത്.
അപ്പോൾ ഈ 2 നദികളിലും ഡാമുകളും ഉണ്ട്, അതും തുറന്നു വിട്ടു. അതിതീവ്ര മഴയും വന്നു പശ്ചിമഘട്ടത്തിൽ. എല്ലാം കൂടി ഈ പഞ്ചായത്ത് ലിറ്ററലി മുങ്ങിപ്പോയി വെള്ളത്തിൽ. അവർക്ക് ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു, കന്നുകാലികൾ ചത്തൊടുങ്ങി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡൊക്കെ നശിച്ചു, ബിൽഡിങ്സ് വീണുപോയി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഈ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ പരസ്പരം കൈകോർത്ത് അവർ രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് കൈവിട്ടില്ല. അവർ അന്ന് കോർത്ത കൈ വിടാതെ അവർ പിന്നീട് അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, റീഹാബിലിറ്റേഷൻ, ഇതിനൊക്കെ വേണ്ടി അവരൊരു ട്രസ്റ്റ് അവിടെ CRC കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് അവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. 2018 അവരത് ഫോം ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു 5-6 കൊല്ലമായിട്ട് അതിൻ്റെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഞാനിവിടെ പോകാറുണ്ട്. അവിടെ അവർ ആദ്യം ചെയ്ത കാര്യം ഫ്ലഡ് മാപ്പിംഗ് ആണ്. അത് അവർ ഈ കൊടുങ്ങല്ലൂരുള്ള ഏറ്റവും ആദ്യത്തെ നമ്മുടെ പള്ളി ജൂമാ മസ്ജിദിൽ ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബെഞ്ച് മാർക്കുണ്ട്, സർവേയുടെ ഒരു മാർക്കുണ്ട് 1887, 150 കൊല്ലം മുമ്പ്. അവിടെ നിന്നുള്ള ഒരു ലെവൽ പിടിച്ച് അവർ ഈ സർവേ ചെയ്ത് ഒരു 7.25 കിലോമീറ്റർ സർവേ ചെയ്ത് പുത്തമ്പേലിക്കര പഞ്ചായത്തിലെ അന്ന് അവർ മാർക്ക് ചെയ്തിട്ട് HFL സ്കൂളുകളിലും വീടുകളിലൊക്കെ ഹൈ ഫ്ലഡ് ലെവൽ വെള്ളപ്പൊക്കത്തിൽ മാർക്ക് ചെയ്തിട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള ലെവൽസ് അവരാദ്യം ഫിക്സ് ചെയ്തു. ഈ വിത്ത് റെസ്പെക്ട് ടു അവർ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഈ MSL മീൻ സീ ലെവലിനെ ആസ്പദമാക്കിയിട്ട് ആ ലെവൽസൊക്കെ അവർ മാർക്ക് ചെയ്തു. പിന്നെ അവർ ചെയ്ത ഒരു പണി, അവർ ഒരു ഇക്വിനോക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ ഇക്വിനോക്റ്റുമായിട്ട് സംയോജിച്ചുകൊണ്ട് അവർക്ക് പൂനെയിൽ നിന്ന് കുറച്ച് ഫണ്ട് കിട്ടി. അത് വെച്ചിട്ട് ഒരു 19 റെയിൻ ഗേജസ് വാങ്ങി ഈ ചാലക്കുടി പുഴയുടെയും പെരിയാറിൻ്റെയും നദീതടങ്ങളിൽ റിവർ ബേസിനിൽ സ്ഥാപിച്ച് കുറേ സ്കൂൾ കുട്ടികളെ ട്രെയിൻ ചെയ്തു അതിൻ്റെ റീഡിങ്സ് എടുക്കാൻ. ഈ കുട്ടികൾ എവറി 24 hours ഇതിൻ്റെ റീഡിംഗ് എടുത്ത് വാട്സാപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്, അതിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഒരു മൈക്രോ ലെവൽ ക്ലൈമറ്റ് ഡാറ്റ പുത്തമ്പേലിക്കര പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സഹായിക്കും ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയൊരു ജലരാശിയാണ്, അത് ചൂഴ്ന്നു നിൽക്കുന്നത് വെള്ളമാണ്. അപ്പോൾ അവർക്ക് ഈ മഴ പെയ്യുമ്പോഴുള്ള ഫ്ലഡ് മാത്രമല്ല, ഈ ടൈഡൽ ഫ്ലഡും വരും, അതായത് വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഈ മഴ പെയ്യുമ്പോൾ മാത്രമല്ല, വേനൽക്കാലത്തും ഈ ചാന്ദ്രചക്രം അനുസരിച്ച് എല്ലാ മാസവും അവർക്ക് ഈ വേലിയേറ്റ വെള്ളപ്പൊക്കവും വരും. അപ്പോൾ ഈ കടലോര പ്രദേശങ്ങളിലെ മിക്ക വീടുകളിലും മുറ്റത്തൊക്കെ വെള്ളമാണ്, അവർ വെള്ളത്തിലാണ് നിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇനീഷ്യേറ്റീവ്സ് അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതായത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമൊക്കെ മാധ്യമം എല്ലാവരും ശ്രദ്ധിക്കും. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു സുനാമി അല്ലെങ്കിൽ ഒരു സൈക്ലോൺ, അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ഇത് ഈ 1000 cuts എന്നൊക്കെ പറഞ്ഞ പോലെ പതുക്കെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ് ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം. അപ്പോൾ അതിനെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർ ചെകിട്ട ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം അവർ ചെയ്തു. അതിൽ 1 മണിക്കൂർ ഈ അഭിനേതാക്കളൊക്കെ വെള്ളത്തിൽ തന്നെയാണ് അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്. കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് നാടകത്തിലുണ്ടായിരുന്നത്. അത് ഡൽഹിയിലെ ഒരു ഫോക്ക് ഫെസ്റ്റിവൽ വരെ ഈ നാടകം എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഒരു സിനിമ ജലജീവിതം സ്ത്രീ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബിന്ദു സാജൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലും ഇതേ വിഷയമാണ്. അതിൽ അവിടുത്തെ സ്ത്രീകളെ തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് ആ ഒരു സിനിമ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ നടക്കുന്നത്. ഇനിയും ഇത്തരം ഒരുപാട് മോഡൽ സ്റ്റഡീസ് കേരളത്തിൽ ഉടനീളമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവരുടെ ഒരു പ്രതികരണം കിട്ടിക്കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതുന്നു. നമ്മൾ ഈ നാച്ചുറൽ ഹസാർഡ്സ്, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിനോടനുബന്ധിച്ച് വരുന്ന തുടർ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ റെസിലിയൻസ്, ഇപ്പോൾ മീനാക്ഷി ടീച്ചർ അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ അഡാപ്റ്റേഷൻ, ഇതിൻ്റെയൊക്കെ പ്രാദേശിക സാധ്യതകളെക്കുറിച്ചാണ് മീനാക്ഷി ടീച്ചർ സൂചിപ്പിച്ചത്. അഡാപ്റ്റേഷൻ്റെയൊക്കെ പ്രാദേശിക സാധ്യതകളും പ്രാക്ടീസസുമാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ റോക്സി സാറ് കടലുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആകാശത്തുനിന്ന് കടലിലേക്ക് ചാടിയ ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മളെ കാർബൺ സെക്വിസ്റ്റേഷൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കാർബണിനെ പിടിച്ചു വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കടലാണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ ബ്ലൂ കാർബൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്.
ബ്ലൂ കാർബൺ എന്ന് പറയുമ്പം കണ്ടൽക്കാടുകൾ അതിനകത്ത് വരും, അതേപോലെ ഉപ്പ് ചതുപ്പുകൾ വരും, കടൽപ്പുല്ലുകൾ വരും. ഇതൊക്കെ കടലിൻ്റെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 2% വരും എന്നാണ് കണക്ക്. ആ 2% വരുന്ന ഈ പറയുന്ന ഇക്കോസിസ്റ്റം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 50%, കടൽ പിടിച്ചു വെക്കുന്നതിൻ്റെ 50%വും ഇവരാണ് പിടിച്ചു വെക്കുന്നത്. ഇതാണ് ഈ ബ്ലൂ കാർബൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ കാടുകൾ സെക്വിസ്റ്റ് ചെയ്യുന്നതിൻ്റെ, കാടുകൾ പിടിച്ചു വെക്കുന്നതിൻ്റെ 5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് സെക്വിസ്റ്റേഷൻ നടത്താൻ ഈ പറയുന്ന ഈ എക്കോസിസ്റ്റത്തിന് സാധിക്കും. പക്ഷേ അത് ആ എക്കോസിസ്റ്റത്തിൻ്റെ തകർച്ച, പ്രത്യേകിച്ചും കടലിൻ്റെ താപനില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ഓഷ്യൻ അല്ലേ സാർ ചെയ്യുന്നത്, ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നു. അവിടെ കാലാവസ്ഥാ വ്യതിയാനം, അവിടെ ഉണ്ടാകുന്ന ചൂടിൻ്റെ വർധനവ്, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക, നേരത്തെ സൂചിപ്പിച്ച ബ്ലൂ കാർബണിനെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യം കൂടി അദ്ദേഹം സംസാരിക്കുന്നു, പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി. ബ്യൂട്ടിഫുൾ സ്റ്റോറി. പഞ്ചായത്തും കമ്മ്യൂണിറ്റീസും എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്റ്റോറി വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഞങ്ങൾ IPCCയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും അവസാനത്തെ IPCC റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റ്സും കമ്മ്യൂണിറ്റീസും, അതായത് നമ്മളെപ്പോലുള്ള കമ്മ്യൂണിറ്റീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താലേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് മീനാക്ഷി ടീച്ചർ പറഞ്ഞ ആ ഒരു സ്റ്റോറി, ആ പഞ്ചായത്തിലെ ഒരു സ്റ്റോറി. ആൻഡ് ഐ വാണ്ട് ടു എൻഡ് മൈ ടോക്ക് ഓൾസോ വിത്ത് എ സിമിലർ കൈൻഡ് ഓഫ് സ്റ്റോറി. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞു, സമുദ്രത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് തുടങ്ങി എനിക്ക് നമ്മുടെ കോട്ടയത്തെ ഒരു പഞ്ചായത്തിൽ എത്തണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, അത് പശ്ചിമഘട്ടത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ സമുദ്ര തലത്തിലും വളരെയധികം മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മറ്റ് സമുദ്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, പസഫിക് ഓഷ്യൻ, ശാന്തസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കൂടെ ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രമാണ് ഏറ്റവും വേഗത്തിൽ താപനം ചെയ്യുന്നത്, റാപ്പിഡ്ലി വാർമിങ്. ആഗോള താപനത്തിൻ്റെ ആ റേറ്റിനേക്കാളും കൂടുതലായിട്ടാണ് താപനം കൂടുന്നത്. അതുകൊണ്ടുള്ളൊരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സമുദ്രനിരപ്പ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ സമുദ്രനിരപ്പ് സീ ലെവൽ റൈസ് ചെയ്യുന്നത് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ ഐസ് മെൽറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതിഭാസം കൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത്, ഈ അറബിക്കടലിലൊക്കെ 50% സമുദ്രനിരപ്പ് കൂടുന്നത് അതിൻ്റെ ചൂട് കൂടുന്നതുകൊണ്ടാണ്. 50% ഓഫ് ദ സീ ലെവൽ റൈസ് ഈസ് ഡ്യൂ ടു തെർമോസ്റ്റെറിക് വാർമിംഗ് എന്ന് പറയും. അതായത് ഈ സമുദ്രത്തിൻ്റെ ഡെപ്ത് ഒരു 4 കിലോമീറ്ററാണ് ആവറേജ് ഡെപ്ത്. അപ്പോൾ ആ സമുദ്രം എല്ലാം കൂടെ ചൂടാകുമ്പോൾ അതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സീ ലെവൽ റൈസും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എത്രമാത്രം സീ ലെവൽ റൈസ് ഉണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ, നമ്മൾ പലരും വിചാരിക്കും ഇതൊരു വളരെ ചെറിയൊരു അളവാണ്, 3 മില്ലിമീറ്റർ പെർ ഇയർ. അതൊരു ദശാബ്ദമാക്കുകയാണെങ്കിൽ, ഡിക്കേഡ് ആക്കുകയാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ എ ഡിക്കേഡ്. എന്നാലും നമ്മൾ വിചാരിക്കും ഒരു ചെറിയ അളവാണ് അല്ലേ. പക്ഷേ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രതലമാണെങ്കിൽ, ഒരു പ്രദേശമാണെങ്കിൽ, അതായത് മീൻ സീ ലെവലിൻ്റെ സെയിം ലെവലിലാണെങ്കിൽ, അവിടെ 3 സെൻറ്റിമീറ്റർ ഉയർച്ചയിലാണ് സീ ലെവൽ റൈസ് എങ്കിൽ, കരയുടെ ഇൻക്ലിനേഷനും കൂടെ വെക്കുകയാണെങ്കിൽ, ആവറേജ് ഇൻക്ലിനേഷൻ ഒരു 0.1 ഡിഗ്രി ആണെങ്കിൽ, മാത്തമാറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്രമാത്രം കര സമുദ്രം എടുത്തുകൊണ്ട് പോകുന്നു. 3 സെൻറ്റിമീറ്ററിന് ആനുപാതികമായിട്ട് 15 മീറ്റർ കരയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. 3 സെൻറ്റിമീറ്റർ, അതായത് ഒരു ഡിക്കേഡിൽ, ഒരു ദശാബ്ദത്തിൽ
15 മീറ്റർ കരയാണ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഈ 3 സെൻറ്റിമീറ്റർ പെർ ഡിക്കേഡ് ഇതുവരെയുള്ള മാറ്റങ്ങളാണ്. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ പെർ ഡിക്കേഡാണ്. അപ്പോൾ അതനുസരിച്ച് എത്രയോ അധികം മീറ്ററുകളാണ് പോകാൻ പോകുന്നത്. ഇതൊരു കാര്യം. ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പല പ്രതിഭാസങ്ങൾ വരുന്നുണ്ട്. കമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറയും. നമ്മൾ ബാങ്കിലൊക്കെ കമ്പൗണ്ടിങ് എന്ന് പറയത്തില്ലേ, ഓവർലാപ്പ് ചെയ്യുന്ന ഇവൻറ്റ്സ്. ഇപ്പോൾ സെയിം അറബിക്കടലിൽ ഈ താപനം കൊണ്ട് തന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിലും തീവ്രതയിലും അതിൻ്റെ ദൈർഘ്യത്തിലും ഡ്യൂറേഷനിലും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. 50% എണ്ണം കൂടിയിരിക്കുന്നത്. അത് എക്സ്ട്രീംലി സിവിയർ സൈക്ലോൺ. ഇപ്പം നമ്മൾ പറഞ്ഞു 2018 ഫ്ലഡോടുകൂടിയാണ് കേരള ജനത ഉണർന്നെന്ന്. പക്ഷെ അതിനു മുമ്പും 2015 ഒക്കി ഒരു വലിയ സംഭവമായിരുന്നു. 2016-17 കേരളം ഒരു വരൾച്ചയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഹ്യൂമൻ മെമ്മറി ഈസ് ആക്ച്വലി വെരി ഷോർട്ട്. നമ്മൾ 2018 ഫ്ലഡ്സ് കണ്ടു, അത് കഴിഞ്ഞ് പിന്നെ 2019 ഫ്ലഡ്സ് കണ്ടു. നമ്മളിതെല്ലാം മറക്കും, വീട്ടിലേക്ക് പോകും. നമ്മുടെയോ നമ്മുടെ അയൽവക്കക്കാരുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ ജീവൻ പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ദാറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആക്ച്വലി. അപ്പോൾ സീ ലെവൽ റൈസ് ഇങ്ങനെ കൂടുന്നു. ചുഴലിക്കാറ്റുകൾ കൂടുമ്പോൾ അതിശക്തമായ തിരമാലകളാണ് വരുന്നത്. 4 മീറ്റർ to 8 മീറ്റർ ഹൈറ്റ് വരും ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം. കഴിഞ്ഞ ഒക്കി അല്ലെങ്കിൽ തോത്തെ ചുഴലിക്കാറ്റുകളുടെ സമയത്ത് തീരപ്രദേശത്തുള്ള വീഡിയോ കണ്ടാൽ അറിയാം എത്രമാത്രം വലുപ്പമുള്ളതാണ് തിരമാലകളെന്ന്. അപ്പോൾ ഈ തിരമാലകൾ വരുന്നത് സ്റ്റോം സർജസ് എന്ന് പറയും, കരയേറ്റം, കടലാക്രമണം. അപ്പോൾ ഇങ്ങനെ കടലാക്രമണം വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഓരോ ഇയറിലും ഓരോ ദശകത്തിലും ഈ സമുദ്രനിരപ്പം കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ കടലാക്രമണം വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള കടന്നാക്രമണം എത്രമാത്രം കരവെള്ളത്തിൻ്റെ അടിയിലാകും എന്നുള്ളത് വളരെ അതിതീവ്രമായിട്ടാണ് ആകുന്നത്. ഇപ്പോൾ ഞാൻ ചുഴലിക്കാറ്റിൻ്റെയും സമുദ്രനിരപ്പ് കൂടുന്നതിൻ്റെയും കാര്യം പറഞ്ഞു. അതുപോലെ മറ്റൊരു മാറ്റം മഴയുടെ മാറ്റമാണ്. ഇപ്പം warm air has this property. It will hold moisture for a longer time and more moisture. Yeah. ഇപ്പം അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുമ്പോൾ അത് കൂടുതൽ ഈർപ്പം പിടിച്ചു വെക്കും, കൂടുതൽ നേരം പിടിച്ചു വെക്കും. അപ്പോൾ കുറേ നാളത്തേക്ക് മഴ പെയ്യത്തില്ല. സോ യു വിൽ ഗെറ്റ് ഡ്രൈ പീരിയഡ്സ്. പക്ഷേ എന്നിട്ട് പെയ്യുമ്പോൾ ഈ പിടിച്ചു വെച്ച ഈർപ്പമെല്ലാം കൂടെ ഒറ്റയടിക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രകടമായ ഒരു മാറ്റമാണ്. സോ യു ഗെറ്റ് എ സീസൺസ് ഓർ എ മന്ത്സ് റെയിൻ ഇൻ എ ഫ്യൂ അവേഴ്സ് ടു ഫ്യൂ ഡേയ്സ്. അപ്പോൾ അങ്ങനെ മഴ പെയ്തുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതൊന്നെങ്കിൽ ഒഴുകി കടലിലേക്ക് തന്നെ പോകുന്നു, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ഇത് പോകുന്നു. വി വാണ്ട് മോഡറേറ്റ് റെയിൻസ് സ്പ്രെഡ് ത്രൂ ദ സീസൺ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൽ പെർക്കുലേറ്റ് ചെയ്ത് ഭൂജലത്തെ അത് പരിപോഷിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് വിൽ റീജുവനേറ്റ് ദ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യവും വരുന്നു, അതേസമയം വെള്ളപ്പൊക്കവും വരുന്നു. ഇത് രണ്ടും കേരളത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗവേഷണം, ഞാൻ സമുദ്രം മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ലാർജ് സ്കെയിലിൽ പഠിക്കുന്നുണ്ട്, മഴയുടെ മാറ്റങ്ങൾ, കാലവർഷത്തിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് കിട്ടുന്ന മഴ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. 1950 മുതലുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം അതിതീവ്ര മഴ ഇങ്ങനെ കൂടി വരികയാണ്. ഇറ്റ്സ് എ വെരി പെക്യുലർ ഇൻട്രസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അതിൻ്റെ അർത്ഥം നമ്മൾ വാട്ടർ സെക്യൂരിറ്റി, ജലസുരക്ഷയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ട്രംപിനെ കുറിച്ചോ കാർബൺ ക്യാപ്ചറിനെ കുറിച്ചോ ഒക്കെ നമുക്ക് ഫിലോസഫിക്കലി നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രാദേശികമായിട്ട് എന്താണ് മാറ്റങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞ് പഞ്ചായത്ത് ലെവലിൽ തന്നെ ഡിസാസ്റ്റർ പ്രൂഫ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നാളെയുണ്ട്. നമ്മുടെ പഞ്ചായത്ത് നാളെ കാണും, നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ കാണും, നമ്മുടെ ബന്ധുക്കൾ കാണും.
ജീവിച്ചിരിക്കും, ജീവന മാർഗങ്ങളും കാണും. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. മീനാക്ഷി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മീനച്ചിൽ പ്രദേശത്ത് മീനച്ചിൽ ആറുണ്ട്. 72 കിലോമീറ്റർ നീളമുള്ള ആറാണ്, വളഞ്ഞൊഴുകുന്ന ആറാണ്. പൂഞ്ഞാർ, ഇടുക്കി ആ പ്രദേശത്തു നിന്ന് ഹൈ റേഞ്ചിൽ നിന്ന് താഴെ മിഡ് റേഞ്ചിൽ വന്ന് കുമരകം, കിടങ്ങൂർ, കുമരകം, കോട്ടയം ആ ഭാഗത്തേക്ക് ഒഴുകുന്ന ആറാണ്. അവിടെ 2018 ഇതുപോലെ കുറേ കുടുംബങ്ങളും കുട്ടികളുമൊക്കെ കൂടെ മഴ മാപിനികൾ ഉപയോഗിച്ച് മഴയെ അളക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രി അവർ കണ്ടു അതിതീവ്ര മഴയാണ്. അപ്പോൾ നമ്മൾ 150 മില്ലിമീറ്റർ മഴ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് ഡെയിലി ദിവസേന അത് അളക്കുകയും അതിനെ ആ മഴയെ നമ്മൾ പ്രതിഫലിച്ച് കാണുകയും ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ തോത് എത്രയാണെന്ന്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളും അവിടുത്തെ കാരണവന്മാരും ഒക്കെ കൂടെ അളന്ന് അവരൊരു ദിവസം മനസ്സിലാക്കി, ഒരു ദിവസം അതിതീവ്ര മഴയാണ് പെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി താഴെ ഒരു 50 കിലോമീറ്റർ അകലെ കിടങ്ങൂർ ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു കോളനിയുണ്ട്. അവിടെ ഒരു 60 to 70 ഫാമിലീസ് പുഴയുടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി അവിടെ വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരോട് അവിടെ പോയി പറഞ്ഞു, വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് മാറണം. പക്ഷെ അവർ നോക്കുമ്പം പുഴയിൽ അധികം വെള്ളമൊന്നുമില്ല. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഡ്രൈ, ഇറ്റ് വാസ് നോട്ട് സ്വെല്ലിങ്. അവരാദ്യമേ വിസമ്മതിച്ചു. പക്ഷേ ഈ ഡേറ്റയും അതോറിറ്റീസിൻ്റെ ഹെൽപ്പും കൂടെ കൂട്ടി അവരെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു. ഇൻ 2-3 hours ദാറ്റ് ഏരിയ വാസ് വൈപ്ഡ് ഔട്ട്. സോ ഇറ്റ് ഷോസ് കമ്മ്യൂണിറ്റീസിന് എത്രമാത്രം, അതായത് സിറ്റിസൺ സയൻസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിൻ്റെ വർക്ക് എത്രമാത്രം ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ആ എക്സാമ്പിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ക്ലൈമറ്റ് എക്യുപ്ഡ് സ്കൂൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ തന്നെ കാലാവസ്ഥയെ മോണിറ്റർ ചെയ്യുക. ഇപ്പം ഒരു കഴിഞ്ഞ 24 മണിക്കൂറിലെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, മിനിമം ടെമ്പറേച്ചർ എത്രയാണ്, എത്രമാത്രം മഴ പെയ്തു, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതൊക്കെ സ്കൂൾ അസംബ്ലിയിൽ നിന്ന് തന്നെ കുട്ടികൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കാലാവസ്ഥയെ എത്രമാത്രം മനസ്സിലാക്കി അതനുസരിച്ച് കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാനും അവർക്ക് സാധിക്കും. ഇപ്പം മഴയുടെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമുദ്രത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു, ചുഴലിക്കാറ്റിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെയുള്ള പ്രധാനമായ ഒരു മാറ്റമാണ് ചൂട്, ഹീറ്റ് വേവ്സ്, ഉഷ്ണതരംഗങ്ങൾ. ഇപ്പോൾ കേരളത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ചൂട് മാത്രമല്ല ഹ്യൂമിഡിറ്റിയും അതിൻ്റെ കൂടെയുള്ള ഈർപ്പവും ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പോൾ ചൂട് ഒത്തിരി കൂടുവാണെങ്കിൽ, ടെമ്പറേച്ചർ ഒത്തിരി കൂടുവാണെങ്കിൽ, അതിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റിയും കൂടുവാണെങ്കിൽ ബോഡിയുടെ ഹീറ്റ് റെഗുലേഷൻ സിസ്റ്റം അവതാളത്തിലാകും. കാരണം നമ്മുടെ ബോഡി എങ്ങനെയാണ് കൂളാകുന്നത്? നമ്മൾ ബോഡി വേർക്കും, സ്കിന്നിൻ്റെ മുകളിൽ വേർപ്പ് വരും, ആ വേർപ്പ് ഇവാപ്പറേറ്റ് ചെയ്യും, അങ്ങനെ ബോഡി കൂളാകും അല്ലേ? പക്ഷേ ഹ്യൂമിഡിറ്റി എയറിൽ, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ആ ഇവാപ്പറേഷൻ നടക്കത്തില്ല. അപ്പം ബോഡി ഹീറ്റ് റെഗുലേഷൻ സിസ്റ്റം അവതാളത്തിലാകും, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്താൽ, ഇപ്പോൾ ഒരു സ്കൂൾ ലെവലിൽ തന്നെ അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലിൽ മോണിറ്റർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇതൊക്കെയാണ് ഏറ്റവും ചൂട് കൂടിയ സമയങ്ങൾ. അതനുസരിച്ച് നമുക്ക് സ്കൂൾ അവേഴ്സ്, വർക്കിംഗ് അവേഴ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മൾ പാടത്ത് പോകുന്ന, കൃഷിക്ക് പോകുന്ന സമയങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം സേവ് ചെയ്യാൻ പറ്റും, ജീവന മാർഗങ്ങളും സേവ് ചെയ്യാൻ പറ്റും. എൻ്റെ തന്നെ എക്സാമ്പിളാണ് 2022 മെയ്യിൽ സ്ട്രോങ് ഹീറ്റ് വേവിൻ്റെ സമയമായിരുന്നു. ഞാൻ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. പൂനെ മൈൽഡ് ടെമ്പറേച്ചറാണ്. പക്ഷേ ആ സമയം കോവിഡ് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് വിട്ടു. കാരണം 2 വർഷമായിട്ട് ഇവർ വീട്ടിലിരിക്കുന്നതാണ്, എങ്ങനെയെങ്കിലും ഇവരെ പുറത്തേക്ക് വിടണമെന്നായിരുന്നു. പക്ഷേ ഇവർ തിരിച്ചു വരുന്നത് പീക്ക് ഹീറ്റ് വേവ് ടൈമിലായിരുന്നു, 2 to 3 PM. എൻ്റെ മോളും വരുന്നത്, വീട്ടിലേക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഹീറ്റ് സ്ട്രോക്ക് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മെറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റും ഉണ്ടായിരുന്നു. ജസ്റ്റ് 1 more minute.
ഇന്ത്യൻ മെഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റും ഉണ്ടായിരുന്നു. ഹീറ്റ് വേവ് സീസണ് കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഞങ്ങൾ പ്രിൻസിപ്പാളിനെ സമീപിച്ചു സ്കൂളിൻ്റെ. അപ്പോൾ ആദ്യമേ അവർ വിസമ്മതിച്ചു. പക്ഷേ പിന്നീട് ആഫ്റ്റർ ഷോയിങ് ദ ഫോർകാസ്റ്റ് ഷീ റിലൻറ്റഡ്. സ്കൂൾ അവേഴ്സ് കട്ട് ഡൗൺ ചെയ്തു. പക്ഷേ ദിസ് ഈസ് ജസ്റ്റ് വൺ സ്കൂൾ, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ഫോർ 1 year. പക്ഷേ ഇവിടെയാണ് മീഡിയയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി ഒരു ക്ലൈമറ്റ് സയൻറ്റിസ്റ്റിൻ്റെ പിള്ളേർ പോലും ഇങ്ങനെ അഫക്റ്റഡ് ആണെന്ന് വന്നപ്പോൾ മീഡിയ അത് പിക്കപ്പ് ചെയ്തു. ന്യൂയോർക്ക് ടൈംസ് പിക്കപ്പ് ചെയ്തു, നമ്മുടെ നാഷണൽ TV പിക്കപ്പ് ചെയ്തു, ഡിസ്കഷനായി. സോ ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി കെയിം ഔട്ട് വിത്ത് എ സർക്കുലർ. ഹീറ്റ് സ്പോട്ട് റീജിയൻസിൽ യു നീഡ് ടു കട്ട് ഡൗൺ സ്കൂൾ അവേഴ്സ് ആൻഡ് ഓൾ. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 1 വർഷം ഇത് നടന്നു. അടുത്ത വർഷം വീണ്ടും ചൂട് കാലം വന്നപ്പോൾ വീണ്ടും അതിൻ്റെ പുറകെ പോകണം. കാരണം നമുക്ക് പോളിസി ഇല്ല. ഇതുപോലത്തെ കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ളൊരു പോളിസി ഇല്ല. ആ പോളിസി നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് പഞ്ചായത്ത് ലെവലിൽ തന്നെ കൊണ്ടുവരണം, എന്നാലേ കാര്യമുള്ളൂ. നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പോളിസി കൊണ്ട് നിങ്ങളുടെ ജീവിതവും ജീവനമാർഗ്ഗങ്ങളും രക്ഷിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ലെവലിൽ തന്നെ അത് അസസ് ചെയ്ത് പോളിസി കൊണ്ടുവരണം, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അത് സാധിക്കും, അതിനുള്ള ഡേറ്റയുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും പ്രാദേശികമായ ഈ അഡാപ്റ്റേഷൻ സാധ്യതകൾ വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെയൊരു ചർച്ച നടത്തുന്ന സമയത്ത് അതിൻ്റെ ശാസ്ത്രം മാത്രം പറഞ്ഞു പോയാൽ മതിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മളോട് പറയുന്നു നിങ്ങളുടെ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കണം. നമ്മളോട് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ സമയത്ത് ഓരോ രാജ്യങ്ങളോടും പറഞ്ഞത് നിങ്ങളതിൽ ഇടപെടേണ്ടതില്ല, വികസിത രാജ്യങ്ങൾ ആരാണോ കൂടുതൽ ഉത്തരവാദികൾ അവരത് ചെയ്തോളൂ എന്നാണ്. പാരീസ് ഉടമ്പടി ആയപ്പോഴേക്ക് ഓരോ രാജ്യത്തിനും നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് 2075 കൂടിയാണ് ഇന്ത്യ അവിടേക്ക് എത്തും എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഊർജ്ജാവശ്യങ്ങൾ നിർവഹിക്കണം. അങ്ങനെ ഊർജ്ജാവശ്യങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് വികസിത രാജ്യങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ പറയുന്ന വികസിത രാജ്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ എമിഷൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായും ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. ഇപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കണം എന്ന് പറയുമ്പം നമ്മളോട് ഇത്തരം കാര്യങ്ങൾ വികസിത രാജ്യങ്ങൾ പറയുമ്പം തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ കാർബൺ സ്പേസ് ഉപയോഗിച്ചിട്ടുള്ളത്, കാർബൺ സ്പേസ് ആര് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള സ്പേസ് അത് നമുക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയും തരുന്നില്ല. ഇപ്പം തന്നെ COP29 അവസാനിക്കേണ്ടതിന് ഒരു ദിവസം കഴിഞ്ഞാണ് അവസാനിച്ചത്. വലിയ ചർച്ചയായിരുന്നു. അവർ തരാമെന്ന് പറഞ്ഞിരുന്ന, വികസിത രാജ്യങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് അത് നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രശ്നം കൂടിയാണ് എന്ന് ഉള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ പ്രസ്താവനകൾ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ച സമ്പൂർണ്ണമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മീനാക്ഷി ടീച്ചർ അതിനെ സംബന്ധിച്ച് ഒന്ന് പ്രതികരിക്കുന്നത് നന്നാവും. അതായത് ഈ പറഞ്ഞ ഒരു അസമത്വം കാർബൺ ഫുട് പ്രിൻറ്റിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസമത്വം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പേരിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരിക്കും ജിയോളജിക്കൽ എറാൽ ഹോളോസീൻ എന്നുള്ള പേരിന് പകരം ആന്ത്രപ്പോസീൻ എന്നാക്കി മാറ്റാനുള്ള ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് മനുഷ്യർ ഈ ജിയോളജിക്കൽ ഫാക്ടേഴ്സിൽ മാറ്റം വരുത്തിയത് കൊണ്ട് ആന്ത്രപ്പോസീൻ എന്നാക്കണമെന്ന്. അപ്പോൾ അതിൽ അവരുടെ ഇടയ്ക്കൊരു ഡിസ്പ്യൂട്ട് വന്നത് ആന്ത്രപ്പോസീനല്ല, ഈ ജിയോളജിക്കൽ ഈ ഘടകങ്ങളെയും കാലാവസ്ഥയൊക്കെ മാറ്റിയത് ക്യാപിറ്റലിസ്റ്റുകളാണ്, മുതലാളിത്ത രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് ക്യാപിറ്റലോസീൻ എന്നാക്കണം നമുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ ആ ഒരു അസമത്വം തുടങ്ങുന്നുണ്ട്. ആന്ത്രപ്പോസീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉത്തരവാദികളായി. പക്ഷേ ഒരു വികസ്വര രാഷ്ട്രം, ഒരു അമേരിക്ക പോലെയോ ഒരു യൂറോപ്പ് പോലെയോ ജീവിക്കണമെങ്കിൽ നമുക്കൊരു 5.5 ഭൂമി വേണ്ടി വരും. 5.5 പ്ലാനറ്റ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന പോലെയാണെങ്കിൽ 1/2 ഭൂമി മതി. അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രി ആണെങ്കിൽ ഒരു 0.1 ഭൂമി മതി പ്ലാനറ്റ്. അത്രേ അവർ റിസോഴ്സസ് എടുക്കുന്നുള്ളൂ. ആ ഒരു അസമത്വം വികസ്വര രാജ്യങ്ങളും വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിലുണ്ട്.
ആ വികസനത്തിൻ്റെ ആ പടിയിൽ, നമ്മളെ ഏറ്റവും ചോട്ടിൽ ആ പടിയിൽ കാല് വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ട് നമ്മളോട് ഈ പ്രാദേശികമായിട്ട് നമ്മൾ നടപടികൾ കൈക്കൊള്ളണം, നമ്മൾ ഓൾട്ടർനേറ്റ് ബദൽ എനർജി റിസോഴ്സസ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, നമ്മുടെ പ്രാദേശികമായി അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാർബൺ ട്രേഡിങ്ങും അതുപോലെ കോമ്പൻസേഷൻ, നഷ്ടപരിഹാര തുക $100 ബില്യൺ പറഞ്ഞിരുന്നത് കഴിഞ്ഞ കോപ്പിൽ. പക്ഷേ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പ്രാവശ്യം ഇത് ഒരു വൺ ടൈം കൊടുത്തു. പിന്നെ അവരത് ശരിക്കും കൊടുക്കുന്നില്ല, ഈ വികസിത രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലവിലുണ്ട്. അതിൻ്റെ കാരണമായിട്ടാണ് കഴിഞ്ഞ കോപ്പിൽ ഡിസ്പ്യൂട്ട് വരികയും ഈ ഒരു നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പോവുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഈ ഒരു വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് അവരെ സംബന്ധിച്ച്, ഈ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ഈ $100 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ. മാത്രമല്ല ഈ ആർട്ടിക്കിനോട് അടുത്ത് കിടക്കുന്ന, ഇപ്പോൾ ഗ്രീൻലാൻഡ്, USSR, അമേരിക്ക, അവരുടെയൊക്കെ ഒരു ഭാഗം ഈ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡൊക്കെ അവർക്കാണല്ലോ ഉള്ളത്, അവരുടെ ഒരു ഉടമസ്ഥതയിൽ. അവർക്കിത് സന്തോഷമാണ്. ക്ലൈമറ്റ് ചേഞ്ച് വന്ന് ഒരു താപമൊക്കെ കൂടിയാൽ ആർട്ടിക്കിലെ ഐസ് ഉരുകും. അവർക്ക് USSR, അമേരിക്കയും കൂടി കണക്ട് ചെയ്യാൻ ഒരു റോഡ് പാത്ത് കിട്ടും. അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഓയിലോ രത്നങ്ങളോ ഒരുപാട് പ്രഷ്യസ് സ്റ്റോൺസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അവരുടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം. അപ്പോൾ അത് അവർക്ക് ഡ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും, അവർക്ക് വീണ്ടും ധനികരാവാൻ പറ്റും. അതുകൊണ്ട് അവർക്കിപ്പോൾ ഈ ടെമ്പറേച്ചർ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതൊക്കെ ശീതരാജ്യങ്ങളാണല്ലോ. അപ്പോൾ ദേ ആർ ഹാപ്പി. അവർക്ക് പണ്ടില്ലാത്ത കൃഷികൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ചൂട് കൂടുമ്പോൾ. അങ്ങനെയുള്ള ചിലർക്ക് സന്തോഷമാണ്, ചിലർക്ക് ഇതിന് ഇതിനൊരു അസംതൃപ്തി ഉണ്ട്. ഇത്തരം കാര്യങ്ങളുണ്ട് ഇതിൽ, ഇത്തരം അസമത്വങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കാർബൺ ട്രേഡിങ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് നമുക്കൊരു കാർബണിൻ്റെ ഒരു സീലിംഗ് വെച്ചിട്ട് അത്രയും ഉപയോഗിക്കാത്ത ഒരു കമ്പനി, ഒരു പ്രസ്ഥാനത്തിന് ഉപയോഗിക്കുന്നവർ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ സാമാന്യമായിട്ട് പറഞ്ഞാൽ കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി, ഇതിൻ്റെ ഒരു രാഷ്ട്രീയവും കൂടി സത്യത്തിൽ ഇതിൽ ശാസ്ത്രീയതയ്ക്ക് പുറമെ ഈ ഒരു രാഷ്ട്രീയവും ഈ ഒരു സാമ്പത്തിക ശാസ്ത്രവും എല്ലാം ദേ ഓൾ പ്ലേ എ റോൾ ഇൻ ദിസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറയാനുള്ളത്. ഓക്കെ സർ. ഐ ജസ്റ്റ് നീഡഡ് 1 minute. അതിനോട് ഒപ്പിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, കോപ്പും അതുപോലത്തെ നെഗോഷിയേഷൻസും ഒക്കെ കഴിഞ്ഞ 3 ദശകങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് വി ഹാവൻ സീൻ ദ ഗ്ലോബ് ആക്ടിങ്, ആൻഡ് വി കനോട്ട് വെയിറ്റ് ഫോർ ദ ഗ്ലോബ് ടു ആക്ട്. സോ ദാറ്റ് ഇസ് ദ ഓൺലി മെസ്സേജ് ഐ ഹാവ്. സോ ഇപ്പം നമ്മുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവനമാർഗം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ അമേരിക്ക ഓർ യൂറോപ്പ് ടു ആക്ട്. Some of the countries are acting, but that will take years or decades to come. So we need to act immediately, locally. അതിൻ്റെ just ഒരു 1 example ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ഡെങ്കി ഫോർകാസ്റ്റിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തു. അത് പൂനെക്ക് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. കാരണം ഇപ്പം ഡെങ്കിപ്പനിയൊക്കെ മഴയുടെയും ടെമ്പറേച്ചറിൻ്റെയും മാറ്റങ്ങളെ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഒരു മഴക്കാലം ആകുമ്പോഴത്തേനും പിന്നെ ഡെങ്കിപ്പനി വരും. അപ്പോൾ ഈ ഡേറ്റ ഉപയോഗിച്ച്, പൂനെയിലെ ഹെൽത്ത് ഡേറ്റയും അവിടുത്തെ വെതർ ഡേറ്റയും ഉപയോഗിച്ച് ഞങ്ങളൊരു ഫോർകാസ്റ്റ് മോഡൽ ഉണ്ടാക്കി. അതനുസരിച്ച് നമുക്ക് 2 മാസം മുമ്പേ തന്നെ ഡെങ്കി പ്രവചിക്കാം. ഇതേ ഹെൽത്ത് ഡേറ്റയ്ക്ക് വേണ്ടി ഞങ്ങൾ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചു. ഡേറ്റ കിട്ടിയില്ല. ഞങ്ങൾക്ക് ഫോർ ദ എൻറ്റയർ കൺട്രി അക്രോസ് ഇന്ത്യക്ക് ഉള്ള ക്ലൈമറ്റ് ആൻഡ് വെതർ ഡേറ്റ ഫ്രം 1900 ഓൺവേർഡ്സ് ഉണ്ട്, ഡെയിലി ഡേറ്റ. പക്ഷേ ഹെൽത്ത് ഡേറ്റ ഒരു വർഷത്തെ പോലും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു സിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ്, ഒരു ജില്ലയ്ക്ക് വേണ്ടിയോ ഉള്ള ഡെങ്കി ഫോർകാസ്റ്റ് മോഡൽ, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ ഫോർകാസ്റ്റ് മോഡൽ, ഹീറ്റ് സ്ട്രോക്ക് ഫോർകാസ്റ്റ് മോഡൽ, ഇതൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തെ ബെറ്റർ ആക്കാം ഫ്രം ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസീസസ്. ഇതൊരു ജസ്റ്റ് എക്സാമ്പിളാണ് ഹൗ ലോക്കലി വി ക്യാൻ ആക്ട്. താങ്ക് യു. തീർച്ചയായും സർ. നമ്മുടെ നെറ്റ് സീറോ എമിഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന മിറ്റിഗേഷൻ ആവാം, സെക്വിസ്റ്റേഷൻ ആവാം, നേരത്തെ മീനാക്ഷി ടീച്ചർ പറഞ്ഞ കാർബൺ ട്രേഡിംഗ് ഉൾപ്പെടെയുള്ള ഓഫ് സെറ്റിംഗ്
പല പല സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലൈമറ്റ് ജസ്റ്റിസ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷൻ വരികയാണ്. ഇനി നമുക്ക് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചോദ്യം മാത്രം ചോദിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് അവസരം തരും. മീനാക്ഷി മീനാക്ഷി പറഞ്ഞ മാതിരി ഈ ആന്ത്രപ്പോസീൻ ക്യാപിറ്റൽ ഓഫ് സീനായിട്ട് ട്രംപ് അംഗീകരിക്കുന്നുണ്ടോ? ക്യാപിറ്റൽ ഓഫ് സീൻ എന്ന് പറഞ്ഞല്ലോ, ആന്ത്രപ്പോസീൻ അത് റീനെയിം ചെയ്തിട്ട് ക്യാപിറ്റൽ ഓഫ് സീനായി. ആക്ച്വലി ക്യാപിറ്റലിസമാണ് അതിൻ്റെ പ്രധാന വില്ലൻ. അപ്പോൾ ആ ഒരു ടേം അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് പൊള്യൂട്ടേഴ്സ് ഷുഡ് പേ എന്നാണ്. പക്ഷെ അവരതിന് തയ്യാറല്ല. എനിക്ക് അറിയുന്നിടത്തോളം അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്നേ ഉള്ളൂ. സാറിനോട് സാർ, ഇന്നലെ സാറ് പറഞ്ഞ മാതിരി നിപ്പ പ്രഡിക്ഷൻ്റെ ഒരു AI ടൂൾ ഇവിടെ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലുള്ള 2 പേര്. നിപ്പയുടെ സാറ് പറഞ്ഞ അതേ മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് ക്ലൈമറ്റ് ഇത് വെച്ചിട്ട്. സാറേ, എൻ്റെ ചോദ്യം, ഒരു 30,000 പേരെ മെനഞ്ഞാന്ന് ഒരു അവിടുത്തെ ട്രൈബൽ ഏരിയയിൽ നിന്ന് ഒഴിപ്പിച്ചു. കാരണം അഡ്വാൻസ് ആയിട്ട് AI പ്രിഡിക്റ്റ് ചെയ്തു ഒരു ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം, എങ്ങനെ ChatGPT ജനറേറ്റീവ് AI വളരെ എഫക്റ്റീവായിട്ട് സീസൺ മെറ്റാ ഡേറ്റയും ഡേറ്റ സെറ്റ്സും ഒക്കെ കളക്ട് ചെയ്ത് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ലാൻഡ് സ്ലൈഡിൻ്റെ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും? റൈറ്റ്. ഇവിടെ ChatGPTയും അതൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ബാക്കി AI മോഡൽസും വ്യത്യാസമുണ്ട്. എനിവേ, ചോദ്യം എനിക്ക് മനസ്സിലായി. ഇവിടെ ദിസ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. എങ്ങനെ ലാൻഡ് സ്ലൈഡ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ലാൻഡ് സ്ലൈഡിനെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഇതൊക്കെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ പല കാര്യങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, അതിതീവ്ര മഴ. കുറേ നാളത്തേക്ക് മഴ പെയ്തു, മണ്ണെല്ലാം ലൂസായി, അതിൻ്റെ പുറമെ അതിതീവ്ര മഴയും കൂടെ പെയ്യുവാണെങ്കിൽ, അത് പ്രത്യേകിച്ച് സ്ലോപ്പുള്ള ചെരിവുള്ള പ്രദേശങ്ങളിൽ, ഇപ്പം കേരളത്തിലെ 50% അത്യാവശ്യം ചെരിവുള്ള, 40 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളാണ്. അതിൽ ചിലതൊക്കെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും സ്ലോപ്പുള്ള ഏരിയയിൽ മരങ്ങളും ഇല്ലെങ്കിൽ അവിടുത്തെ മണ്ണും കുന്നുകളും ഒക്കെ കുറച്ചുകൂടെ ദുർബലമായിരിക്കും. അവിടെ അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നുവെച്ച് ലാൻഡ് യൂസ് ചേഞ്ചുള്ള ഭൂവിനിയോഗം കൂടുതലുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത കാടുകളിലും ഉരുൾപൊട്ടലുണ്ട്. പക്ഷേ ഭൂവിനിയോഗമുള്ള പ്രദേശങ്ങളാണെങ്കിൽ കൂടുതൽ ദുർബലമായിരിക്കും, അവിടെ ഉരുൾപൊട്ടാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡേറ്റ ഉണ്ടെങ്കിൽ, ഇപ്പം മഴയുടെ ഡേറ്റയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്ലോപ്പിൻ്റെയും ടോപ്പോഗ്രഫിയുടെയൊക്കെ ഡേറ്റ ഉണ്ടെങ്കിൽ, സംസ്ഥാന ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ഉള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാൻഡ് സ്ലൈഡ് പ്രഡിക്ഷൻ മോഡൽ അത് AI വെച്ചും അതിനോടൊപ്പം തന്നെ ഹൈബ്രിഡായിട്ട് ഹൈഡ്രോളജിക്കൽ മോഡലും അതിൻ്റെ ജിയോളജിയും എല്ലാം കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അത് പ്രവചിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനൊക്കെയുള്ള വിഷൻ, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സംസ്ഥാന തലത്തിലും വേണം, നാഷണൽ ലെവലിലും വേണം. ഉണ്ടെങ്കിൽ സാധിക്കും. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പെർ സ്ക്വയർ കിലോമീറ്ററിൽ ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3.8 ആണ്. പെർ സ്ക്വയർ കിലോമീറ്ററിൽ ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ 3.8 ആണ്. അതേസമയത്ത് കേരളത്തിൽ ഇത് 800 സംതിങ് ആണ് വരുന്നത്. ഇന്ത്യയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 400 സംതിങ്ങാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മറ്റു രാജ്യങ്ങളിലെ അവിടുത്തെ വിഭവങ്ങളെ ലൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം വടക്കേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ സാധനം നമുക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, അതായത് ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ഒരു ആണവൈദ്യുത നിലയമോ അല്ലെങ്കിൽ ഒരു ജലവൈദ്യുത നിലയമോ വരുന്നതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കും. അതേസമയത്ത് നമുക്ക് വൈദ്യുതി വേണം. ഈ വൈദ്യുതി എവിടെ നിന്ന് വരുന്നു? മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതം സമാധാനം കെടുത്തിയിട്ട് കൊണ്ടുവരുന്ന സാധനം കൊണ്ട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു.
ഇതൊരു ഇരട്ടത്താപ്പ്. അപ്പോൾ ഈ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്തേക്ക് കൂടുതൽ വിഭവങ്ങളുടെ ഉപയോഗം വേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ കൂടുതൽ പാറ പൊട്ടിക്കണം, കൂടുതൽ മരങ്ങൾ മുറിക്കേണ്ടി വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. അപ്പോൾ വിഭവങ്ങളുടെ ചൂഷണം പോപ്പുലേഷനുമായിട്ട് കണക്റ്റഡ് അല്ലേ? പോപ്പുലേഷൻ നമ്മൾ ഡെൻസിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ആ ഇൻക്രീസ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലേ? അതാണ് എൻ്റെ സംശയം. സ്റ്റെബിലൈസ് ചെയ്യണോ എന്നുള്ളതിനേക്കാളും ഡെഫിനറ്റ്ലി പോപ്പുലേഷൻ ജനസാന്ദ്രത ഒരു മേജർ ഇഷ്യൂ ആണ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഈസ് ലൈക്ക് 1.4 ബില്യൺ ആണ്. പക്ഷേ പെർ ക്യാപിറ്റ എമിഷൻ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ US-ൻ്റെ 1/10 പോലും പെർ ക്യാപിറ്റ എമിഷൻ ഇല്ല. പക്ഷേ വി ഹാവ് ടു ബി കെയർഫുൾ. കാരണം അടുത്തൊരു 20-30 വർഷങ്ങൾക്കുള്ളിൽ വി ആർ ഗോയിങ് ടുവാർഡ്സ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈലിലേക്കാണ് നമ്മൾ പോകുന്നത്, ലക്ഷറീസ് ലൈഫ് സ്റ്റൈലിൽ. വി വിൽ ഹാവ് ദ സെയിം കാർസ്, സെയിം എമിഷൻ, ഇലക്ട്രിസിറ്റി, എനർജി കൺസപ്ഷൻ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് പ്രസൻസ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി. കാരണം we need to focus and invest on more energy efficient infrastructure and solutions. കാരണം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. മേ ബി 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഇൻ സൗത്ത് ഏഷ്യ. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു വെരി ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ ഇൻ ദ ഫ്യൂച്ചർ. ആ പോപ്പുലേഷൻ ഇൻക്രീസും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ അമേരിക്കൻ പൗരൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ളത് അടുത്ത 50 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ വിൽ ബി ഇൻ ദ സെയിം ലെവൽ ആസ് അമേരിക്ക ഓൺലി. And we are moving to that stage, which means we have that opportunity to transform. Now, it is not too late. നമുക്ക് ഭാവിയിലെ എനർജി റിക്വയർമെൻറ്റ്സിനായിട്ടുള്ള സൊല്യൂഷൻസ് ഏറ്റവും ഗ്രീൻ ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് വി ടോക്ക് അബൌട്ട് ഇമ്പോർട്ടിംഗ് ടെസ്ലാസ്. വൈ ഡോണ്ട് വി മേക്ക് ടെസ്ലാസ് ഇൻ ഇന്ത്യ? യാ, സോ അതുപോലത്തെ ടെക്നിക്കൽ ഇന്നോവേഷൻ ആൻഡ് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഇവിടെ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാലേ കാര്യമുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ വേ ഫോർവേഡ് ടു cater to this population. We cannot immediately curb the population. ഇന്ദിരാഗാന്ധിയുടെ ടൈമിലെ പോലെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. സർ, ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് പ്രകൃതി സംരക്ഷണം. ഇഷ്ടംപോലെ നിയമങ്ങളും നമുക്കുണ്ട്. എന്നാൽ ഇതൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുകയല്ലേ? ചെറിയൊരു എക്സാമ്പിൾ, 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽവയലുകൾ നികത്തപ്പെട്ടത്. അതെ. ഫോറസ്റ്റ് എന്ന് പറയുന്നത്, കാട് എന്ന് പറയുന്ന സാധനം ചുരുങ്ങി വളരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓൾട്ടർനേറ്റായിട്ട് നമുക്ക് ഒരു നിയമങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ ഭരണഘടനയെ അനുസരിക്കാതെ എത്തരത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഭരണകൂടങ്ങളും കോർപ്പറേറ്റും തമ്മിലൊരു അൺഹോളി നെക്സസ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ 10 ഇരട്ടി ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. How can we overcome? അതാണ് എൻ്റെ ചോദ്യം. നേരത്തെ ഈ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് ആക്ച്വലി റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈസ് കമ്മിങ് ഡൗൺ. അത് റേറ്റ് കുറയുകയാണ് ശരിക്കും. പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷേ എവ്രി ഇയർ റേറ്റ് ഓഫ് ഇത് ഇൻക്രീസ് ഈസ് കമ്മിങ് ഡൗൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, വി കനോട്ട് സ്റ്റോപ്പ് ഡെവലപ്മെൻറ്റ് എനിവേ. ആ എക്സ്പ്രസ് വേയും എല്ലാം ഇറ്റ് വിൽ കം ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ബട്ട് വൺ തിങ് വി ക്യാൻ ഡു, we can do a proper environmental and climate assessment. ഇപ്പോൾ നമ്മളൊരു എക്സ്പ്രസ് വേ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അടുത്ത 50 വർഷത്തേക്ക് നിൽക്കണം. ഇവിടെ കോസ്റ്റൽ എക്സ്പ്രസ് വേ ആണെങ്കിൽ അതുമാത്രമല്ല, എൻവയോൺമെൻറ്റ് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, എലവേറ്റഡ് എക്സ്പ്രസ് വേ സംടൈംസ്. അപ്പോൾ അതിലൂടെ വെള്ളം ഒഴുകാനും, ഇപ്പം കടലാക്രമണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ദർ ഈസ് സം ഫ്ലഡിങ് ആൻഡ് ഓൾ, ആ വെള്ളം ഒഴുകി പോകാനും, അതുമാത്രമല്ല താഴെയുള്ള പ്രകൃതിക്ക് ഉയർന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് അവിടുത്തെ ഓർഗാനിസംസ്. ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ അതുപോലെ ലോക്കലി തന്നെ ക്ലൈമറ്റ് അസസ്മെൻറ്റ്, അടുത്ത 50 വർഷത്തേക്ക് എത്രമാത്രം വാട്ടർ ലെവൽ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴോട്ട് പോകും, എത്രമാത്രം ചുഴലിക്കാറ്റ് അടിക്കാതിരിക്കും, ഇതൊക്കെ അനുസരിച്ച് അതിനോടനുസരിച്ച് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റും കൂടെ നോക്കി ഡെവലപ്മെൻറ്റിന് പോവുകയാണെങ്കിൽ സുസ്ഥിരമായ ഒരു നാളെ നമുക്ക് കാണും. ദാറ്റ് ഇസ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഇഷ്യൂ.
We need, I think this is the message actually. We need policymakers and politicians actually. We need to vote for those people who has this vision on how the climate is changing, how the environment is changing, and to take precautions. ആ സുരക്ഷയ്ക്ക് വേണ്ടി ജീവനും ജീവനമാർഗ്ഗങ്ങളും രക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ നിങ്ങളുടെ പഞ്ചായത്ത് റെഡിയാക്കാൻ പറ്റുന്ന ആൾക്കാരെ വോട്ട് ചെയ്തെടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. ഹായ്, എൻ്റെ ക്വസ്റ്റ്യൻ 3 പേരോടുമാണ്. ഇപ്പം നമ്മൾ ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ പറയുമ്പോൾ യു ഏതർ ഗോ കോപ്പ്, പാരീസ് ക്ലൈമറ്റ്, ട്രംപ്, അല്ലെങ്കിൽ വി ഗോ ഏതർ മൈക്രോ ലെവൽ. ദ ബർഡൻ ഈസ് ഓൺ പഞ്ചായത്ത്, ലോക്കൽ കമ്മ്യൂണിറ്റി, right? Why are we not talking about the inefficiencies of national and state governments, and how can we hold them accountable? How can, like what you completed just now, how can we make sure that we are voting for our representatives who are taking these issues right? We have seen so many cases of natural disasters in Kerala, and how we have responded. I mean, nothing has happened beyond leveraging it for personal interest. So my question is, how can we make our state government and even central government accountable? How can we, as a citizens of a democracy, and I am also someone who faces the same issue like you with the state government in recent times. ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം പറയാം, ബാക്കി അവർ പറയും. അതായത് സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് നേരത്തെ നെറ്റ് സീറോ എമിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് കോപ്പിൽ അവതരിപ്പിച്ചത്. കോപ്പ് 28-ൽ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് ഈ പറയുന്ന ഓരോരുത്തരുടെയും മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ റീയൂസ്, റെഫ്യൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ, റീതിങ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്ന കേട്ടാൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ, പ്രാവർത്തികമാക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈവൻ ഒരു ട്രാഫിക് സിഗ്നലിൽ വാഹനം ഓഫ് ചെയ്തു വെച്ചാൽ തന്നെ കോടിക്കണക്കിന് കിലോവാട്ട് അവർ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ 2075 നെറ്റ് സീറോ എമിഷന് വേണ്ടിയിട്ടുള്ള കാലപരിധി വെച്ചിട്ടുള്ളത്. കേരളമാണെങ്കിൽ 2050 ആ ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രാദേശിക ഭരണകൂടം, നമ്മളൊക്കെ ജീവിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2030 അല്ലെങ്കിൽ നമ്മുടെ 2040 ആ ഒരു നെറ്റ് സീറോ എമിഷനിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടി ഭാഗവാക്കാവുക എന്നുള്ള കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ. ഓ സർ, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. രണ്ട് ഗവൺമെൻറ്റിൻ്റെയും ഈ പറഞ്ഞ പോലെ പോളിസി മേക്കിങ്ങിലും അതുപോലെ നിയമം ഉണ്ടായാലും അത് എൻഫോഴ്സ് ചെയ്യുന്നതിലുമുള്ള പാളിച്ചകളുണ്ടാവും. ബാക്കി എല്ലാ മേഖലയിലും എന്ന പോലെ എൻവയറമെൻറ്റിൻ്റെ കാര്യത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോവിഡ് കാലത്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നാഷണൽ എൻവയറമെൻറ്റ് പോളിസിയും ഡ്രാഫ്റ്റ് അവർ വെബ്സൈറ്റിലിട്ടത്. എന്നിട്ട് കോമൺ പീപ്പിൾ ക്യാൻ ഗീവ് സജഷൻസ് വെബ്സൈറ്റിൽ. പക്ഷേ ഈ കോവിഡിന് വാക്സിനേഷൻ എടുക്കുകയും ആൾക്കാർ ചികിത്സയിലായിരിക്കുകയും പേടിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എത്ര പേര് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇതിനൊരു സജഷൻ എഴുതി കൊടുക്കുമോ? അന്ന് ഒരുപാട് സീലിംഗ് ഒക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. പലതിനും എൻവയറമെൻറ്റ് ഇത് വേണ്ട എന്നുള്ളതൊക്കെ ആക്കിയത് ആ ഒരു എൻവയറമെൻറ്റ് പോളിസിയിലാണ്. അത് നമ്മൾ എത്ര പേര് അതിന് റിയാക്ട് ചെയ്തു. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഇലക്ഷന് കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഇത്തരം ഡ്രാഫ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ സജഷൻസ് ഒരു മാസീവായിട്ട്, ഒരു കളക്റ്റീവായിട്ട് ഗവൺമെൻറ്റിൽ എത്തിക്കാനും കൂടി ആസ് കോമൺ പീപ്പിൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ടു ആഡ് വൺ ലൈൻ, ഞങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ടും പോളിസീസും എല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് പഞ്ചായത്ത് ലെവലിൽ തന്നെ ഓരോന്ന് ചെയ്യാനുള്ള നീക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള എക്സ്പെൻസസ്. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് എക്സ്പെൻസസ് ആർ മെറ്റ് ഫോർ ദ കറക്റ്റ് വർക്ക്. ഇപ്പം വി ഹാഡ് എ ഡിസ്കഷൻ ഏർലി, പലതും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ അഡാപ്റ്റേഷനായിട്ടുള്ള മണി. സോ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് പെനി ഈസ് യൂസ് ഫോർ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. താങ്ക് യു. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് എന്ത് ചെയ്യാം എന്ന ചർച്ചയിൽ അതിൻ്റെ ശാസ്ത്രം പറഞ്ഞു, അതിൻ്റെ രാഷ്ട്രീയം സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും അത് പറഞ്ഞു. നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് പ്രാദേശികമായും
ആഗോളാടിസ്ഥാനത്തിലും ചെയ്യാവുന്ന സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയേണ്ടതായിരുന്നു, സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, സ്പീക്കേഴ്സിനും ഓഡിയൻസിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്.